മന്ത്രവാദത്തിന്റെ മറവിൽ കട്ടപ്പനയിൽ നടന്ന ഇരട്ടക്കൊലപാതകം മുതൽ മലയാളികളുടെ ഉറക്കം കെടുത്തിയ കുറുവാ സംഘം വരെ നിറഞ്ഞ വാർത്തകളാണ് 2024 കുറ്റകൃത്യങ്ങളുടെ ലോകത്തുണ്ടായത്. ഒരിടവേളയ്ക്ക് ശേഷം മുംബൈ അധോലോകം സജീവമാകുന്നതും 2024 കണ്ടു. 2024 പ്രധാന കുറ്റകൃത്യങ്ങളിലേക്ക് ഒരു തിരിഞ്ഞു നോക്കാം. കേരളം ഞെട്ടിയ വാർത്തകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. മാർച്ച് 2 കട്ടപ്പന നഗരത്തിൽ നടന്ന ഒരു മോഷണ ശ്രമത്തിനിടെ നിതീഷും കൂട്ടാളി വിഷ്ണുവും പോലീസിന്റെ പിടിയിലാകുന്നത് മുതലാണ് ക്രൂരതയുടെ ചുരുളഴിഞ്ഞു തുടങ്ങുന്നത്. മോഷണക്കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കട്ടപ്പന SI തൊട്ടടുത്ത ദിവസം നിതീഷും വിഷ്ണുവും താമസിച്ചിരുന്ന കാഞ്ചിയാറിലെ വീട്ടിൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി എത്തുന്നു. വീട്ടിലെത്തി പോലീസ് കണ്ടത് പ്രതികളിലൊരാളായ വിഷ്ണുവിന്റെ മാതാവിനെയും സഹോദരിയെയും ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നതാണ്. വീട്ടിൽ പൂജ നടന്നതിന്റെ തെളിവുകളും ഒറ്റനോട്ടത്തിൽ മറച്ചുവെച്ചത് പലതുമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. ദുരൂഹതകളുടെ തുടക്കം അവിടെ നിന്ന്. ഒരു നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുക, ആ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്ന മറ്റൊരു പ്രതിയെ വർഷങ്ങൾക്കു ശേഷം പിന്നീട് തലക്കടിച്ചില്ലാതാക്കുക. ഒരു സാധാരണ മോഷണ കേസ് പോലീസിനെ നയിച്ചത് അസാധാരണമായ മറ്റു കുറ്റകൃത്യങ്ങളിലേക്കാണ്. എറണാകുളം കടവന്ത്രയിൽ നിന്ന് കാണാതായ 73-കാരി സുഭദ്രയെ തേടിയുള്ള അന്വേഷണം ആലപ്പുഴയിൽ അവസാനിച്ചത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചു. സുഭദ്രയുമായി ഏറെ അടുപ്പമുള്ള, സുഭദ്രയ്ക്ക് ഏറെ വിശ്വാസമുള്ള ദമ്പതികൾ ആസൂത്രിതമായി സ്വർണത്തിനായി ജീവനെടുത്തതിന്റെ ക്രൂരത പുറത്തുകൊണ്ടുവന്നത് അന്വേഷണ സംഘത്തിന്റെ മിടുക്കായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ആസൂത്രിത ATM കവർച്ച അടയാളപ്പെടുത്തുന്ന വർഷം കൂടിയാണ് 2024. തൃശൂരിൽ രാവ് പുലരും മുമ്പ് 1.5 മണിക്കൂർ കൊണ്ട് 20 കിലോമീറ്റർ പരിധിയിലുള്ള 3 ATMകൾ അതിസമർത്ഥമായി കുത്തിത്തുറന്ന് 60 ലക്ഷം രൂപയുമായാണ് ഉത്തരേന്ത്യൻ കൊള്ളക്കാർ കടന്നുകളഞ്ഞത്. കവർച്ച ഓപ്പറേഷനിലെ സമാനതകളില്ലാത്ത എസ്കേപ്പ് പ്ലാനാണ് തൃശൂരിലെ കവർച്ചയെ വേറിട്ടതാക്കിയത്. സമർത്ഥരായ ഉത്തരേന്ത്യൻ ATM കവർച്ചക്കാരുടെ വാർത്ത കേട്ട് ഞെട്ടൽ മാറും മുമ്പാണ് മലയാളികളെ ഇരുട്ടിൽ പേടിപ്പിച്ച കുറുവാ സംഘം കേരളത്തിലെത്തിയത്. ആലപ്പുഴയിലെ മണ്ണഞ്ചേരിയിലും പുന്നപ്പുറയിലും ആളെക്കൊന്നും ഉള്ളതെല്ലാം കക്കുന്ന കുറുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഉണർന്ന് പ്രവർത്തിച്ച പോലീസ് അതിസാഹസികമായി കുണ്ടന്നൂർ പാലത്തിനടിയിൽ വെച്ച് സംഘത്തിലെ ഒരാളെ പൊക്കി. ബാക്കി 13 പേർ കേരളത്തിലുണ്ടെന്ന് നിർണായക മൊഴി പോലീസിന് ലഭിച്ചെങ്കിലും എല്ലാവരും കേരളം വിട്ടു എന്ന് തന്നെയാണ് നിഗമനം. സമീപകാലത്ത് ഒരു വീട്ടിൽ നിന്ന് ഏറ്റവും വലിയ തുക മോഷണം നടന്നതും 2024 സുഹൃത്തിന്റെ കുടുംബത്തിലെ കല്യാണത്തിന് കുടുംബസമേതം പോയ അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവൻ സ്വർണവും നഷ്ടമായി. ടവർ ഡംപിംഗ് പരിശോധന അടക്കം നടത്തി കള്ളനെ അന്വേഷിച്ച പോലീസിന് അധിക ദൂരം പോകേണ്ടി വന്നില്ല. അഷ്റഫിന്റെ അയൽവാസിയും വെൽഡിംഗ് ജോലിക്കാരനുമായ ലിജേഷ് ആയിരുന്നു ആ കള്ളൻ. തിഹാർ ജയിലിലിരുന്നും തന്റെ കൊല്ലും കൊലയും നിർബാധം തുടരുന്ന ലോറൻസ് ബിഷ്ണോയായിരുന്നു 2024 അധോലോകത്തെ പ്രധാനി. സൽമാൻ ഖാന്റെ വീടിന് നേരെയുണ്ടായ വെടിവെപ്പിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രമുഖൻ ബാബ സിദ്ദിഖ് കൊലപാതകത്തിലൂടെയും ബിഷ്ണോയ് സംഘം വാർത്തകളിൽ നിറഞ്ഞു. ബന്ധുവായ സ്ത്രീയിൽ നിന്ന് പണം തട്ടാൻ സഹോദരിയും ഭർത്താവും കാമുകിയും ചേർന്ന് നടത്തിയ മൃതദേഹ പാഴ്സൽ ക്രൂരതയായിരുന്നു ഈ വർഷം അവസാനിക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് നിന്ന് വരുന്ന പ്രധാന വാർത്ത.